എന്താണ് തുസിഡൈറ്റ്സ് ട്രാപ്പ്? എന്തുകൊണ്ടാണ് ഡൊണാൾഡ് ട്രംപുമായുള്ള കൂടിക്കാഴ്ചയിൽ ഷീ ജിൻപിങ് അതിനെക്കുറിച്ച് പരാമർശിച്ചത്? അമേരിക്കൻ പ്രസിഡന്റുമായി ബീജിംഗിൽ നടന്ന കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് പ്രസിഡന്റ് പ്രാചീന ഗ്രീക്ക് ചരിത്രകാരനായ തുസിഡൈറ്റ്സിനെ കുറിച്ച് സംസാരിച്ചത്. വ്യാഴാഴ്ച നടത്തിയ തന്റെ ആമുഖ പ്രഭാഷണത്തിൽ BC 431 ഏഥൻസും സ്പാർട്ടയും തമ്മിൽ പൊട്ടിപ്പുറപ്പെട്ട് പതിറ്റാണ്ടുകളോളം നീണ്ടുനിന്ന പ്രാചീന ഗ്രീസിലെ പെലോപ്പൊന്നേഷ്യൻ യുദ്ധത്തെക്കുറിച്ചാണ് ഷീ പരാമർശിച്ചത്. ആധിപത്യ മത്സരത്തിന്റെ ഒരു സൂചന എന്ന നിലയിൽ ഷീ ചോദിച്ചു, ചൈനയ്ക്കും അമേരിക്കയ്ക്കും തുസിഡൈറ്റ്സ് ട്രാപ്പ് എന്ന് വിളിക്കപ്പെടുന്ന ഈ കെണിയെ മറികടന്ന വൻ ശക്തികൾ തമ്മിലുള്ള ബന്ധത്തിന് ഒരു പുതിയ മാതൃക സൃഷ്ടിക്കുവാൻ കഴിയുമോ? ഏഥൻസിന്റെ വളർച്ചയും അത് സ്പാർട്ടയിലുണ്ടാക്കിയ ഭയവുമാണ് യുദ്ധം അനിവാര്യമാക്കിയതെന്ന് തുസിഡൈറ്റ്സ് തന്റെ ഹിസ്റ്ററി ഓഫ് ദി പെലോപ്പൊന്നേഷ്യൻ വാർ എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഒരിക്കൽ ഏഥൻസ് സ്പാർട്ടയുമായി യുദ്ധം ചെയ്തതുപോലെ ചൈനയുടെ വളർച്ച അമേരിക്കയിൽ ഉത്കണ്ഠയും സാധ്യമായ സംഘർഷവും സൃഷ്ടിക്കുന്നു എന്നാണ് ഇതിലൂടെ അർത്ഥമാക്കുന്നത്. തായ്വാൻ വിഷയത്തിലെ ഏതൊരു തെറ്റായ തീരുമാനവും ഇരു രാജ്യങ്ങളെയും സംഘർഷത്തിലേക്ക് തള്ളിവിടുമെന്ന് ചൈനീസ് പ്രസിഡന്റ് പിന്നീട് ട്രംപിന് മുന്നറിയിപ്പ് നൽകി. സ്വയംഭരണാധികാരമുള്ളതും എന്നാൽ ചൈന തങ്ങളുടേതാണെന്ന് അവകാശപ്പെടുന്നതുമായ ദ്വീപിനെക്കുറിച്ച് ഷീ പറഞ്ഞു. ചൈന-US ബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം തായ്വാൻ പ്രശ്നമാണ്. സോഷ്യൽ മീഡിയയിലൂടെ പ്രതികരിച്ച ട്രംപ് അമേരിക്ക ഒരുപക്ഷെ തകർച്ചയിലായ ഒരു രാജ്യമാണെന്ന് ഷീ വളരെ മാന്യമായി സൂചിപ്പിച്ചുവെന്ന് പറഞ്ഞു. എന്നാൽ അത് തന്റെ ഭരണത്തിന് കീഴിലുള്ള ഇപ്പോഴത്തെ അമേരിക്കയെക്കുറിച്ചല്ല എന്നും ട്രംപ് വ്യക്തമാക്കി. 2 വർഷം മുൻപ് നമ്മൾ ശരിക്കും തകർച്ചയിലുള്ള ഒരു രാജ്യമായിരുന്നു. വെള്ളിയാഴ്ച പുലർച്ചെ ട്രംപ് സോഷ്യൽ മീഡിയയിൽ ഇത് കുറിച്ചു. ഒരു വശത്ത് ലോകത്ത് ജനസംഖ്യയിൽ മുന്നിൽ നിൽക്കുകയും രണ്ടാമത്തെ വലിയ സമ്പദ്വ്യവസ്ഥയുമായുള്ള ഒരു സാമ്രാജ്യമായി മാറാൻ വെമ്പുന്ന കമ്മ്യൂണിസ്റ്റ് ചൈന, മറുവശത്ത് വെറും 2.5 കോടി മാത്രം ജനങ്ങളുള്ള എന്നാൽ ലോകത്തിന്റെ സാങ്കേതിക വിദ്യയുടെ ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്ന സ്വതന്ത്രവും ഊർജ്ജസ്വലവുമായ ഒരു ജനാധിപത്യ രാജ്യമായ തായ്വാൻ. 1683 ചിങ് രാജവംശം തായ്വാൻ പിടിച്ചെടുക്കുകയും ചൈനീസ് സാമ്രാജ്യത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. 2 നൂറ്റാണ്ടോളം ഈ ദ്വീപ് അവരുടെ നിയന്ത്രണത്തിലായിരുന്നു. എന്നാൽ 1895 ചൈനയ്ക്ക് വലിയൊരു തിരിച്ചടിയേറ്റു. ഒന്നാം സൈനോ ജപ്പാനീസ് യുദ്ധത്തിൽ ചൈന പരാജയപ്പെടുകയും ഒപ്പുവച്ച സമാധാന ഉടമ്പടി പ്രകാരം തായ്വാൻ ദ്വീപിനെ ജപ്പാന് വിട്ടുകൊടുക്കാൻ നിർബന്ധിതനാവുകയും ചെയ്തു. ഇത് ചൈനീസ് ചരിത്രത്തിലെ അപമാനത്തിന്റെ നൂറ്റാണ്ടിന്റെ ഏറ്റവും വലിയ മുറിവുകളിലൊന്നായിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് വളരെ വ്യക്തമായ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. തായ്വാനെ ചൈനയോട് കൂട്ടിച്ചേർക്കുക എന്നത് ചൈനീസ് രാഷ്ട്രത്തിന്റെ മഹത്തായ പുനരുജ്ജീവനത്തിന് അത്യന്താപേക്ഷിതമാണ്. സമാധാനപരമായി നടന്നില്ല എങ്കിൽ സൈനിക ശക്തി ഉപയോഗിക്കുവാൻ ചൈന മടിക്കില്ല. ഇന്ന് തായ്വാൻ ലോകത്തിന് ഒഴിച്ചുകൂടാനാവാത്ത ഒരു രാജ്യമാണ്. അതിനു കാരണം അവരുടെ സ്മാർട്ട് ഫോണുകളിലും ലാപ്ടോപ്പുകളിലും കാറുകളിലും എന്തിന് അമേരിക്കയുടെ F-35 പോർവിമാനങ്ങളിൽ വരെ ഉപയോഗിക്കുന്ന മൈക്രോ ചിപ്പുകളാണ്. ലോകത്തിലെ ഏറ്റവും നൂതനമായ മൈക്രോ ചിപ്പുകളുടെ 90% നിർമ്മിക്കുന്നത് തായ്വാനിലെ TSMC എന്ന ഒറ്റ കമ്പനിയാണ്. തായ്വാനെ ആക്രമിച്ചാൽ ലോകത്തിന്റെ സാങ്കേതിക വിദ്യയും സാമ്പത്തിക വ്യവസ്ഥയും നിശ്ചലമാകും. ഇതാണ് തായ്വാനെ സംരക്ഷിക്കുന്ന യഥാർത്ഥ കവചം അഥവാ സിലിക്കൺ ഷീൽഡ്. ഒരു ചെറിയ പിഴവ് മറ്റൊരു ആഗോള സംഘർഷത്തിൽ കലാശിക്കും.